പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പാർലമെന്റിന്റെ മഹാഭൂരിപക്ഷത്തോടുകൂടി ഈ ബില്ല് നിയമമാകും. ഈ ബില്ല് നിയമമാകുന്നതോടുകൂടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ള സ്വത്ത് സംരക്ഷിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. മാഫിയകളുടെ കയ്യിലാണ് പല സംസ്ഥാനങ്ങളുടെയും വഖഫ് ബോർഡ്. അതിനൊരു മാറ്റം വരും. അതിൽ എംപിമാരുണ്ടാവും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. അതിന് കുറെ കൂടി സുതാര്യമാക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ 3-ാം സ്ഥാനത്താണ് വഖഫ് ബോർഡ്. പക്ഷെ ഒരു വർഷം കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയോ? 9 ലക്ഷം ഏക്കർ ഭൂമിയുടെ ഉടമയാണ്. കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയോ? തുച്ഛമാണ്, 116 കോടി റുപ്യ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് 10 മടങ്ങല്ല, അതിലും അധികമായി ഒരു 50,000 കോടി റുപ്യയുടെ വരുമാനം ഉണ്ടാവും. ഇത് മുസ്ലിം സമുദായത്തിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അവസാനിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വഖഫ് സ്വത്ത് ശുദ്ധീകരിക്കപ്പെടും. ഇപ്പം മുനമ്പം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികൾ വഖഫിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ അനധികൃതമായി പാവങ്ങളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചു വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വഖഫിന്റെ ഭൂമി പല മാഫിയ സംഘങ്ങളും കൊള്ളയടിച്ച് എൻക്രോച്ച് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ഒരു മഹാനിയമമാണ് വരുന്നത്. ഈ നിയമത്തിന് വേണ്ടി ഈ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് അഭിനന്ദിക്കുകയാണ്. ഈ ബില്ലിനെതിരെ നടക്കുന്ന നുണപ്രചരണങ്ങളെല്ലാം ഈ ബില്ല് യാഥാർത്ഥ്യമായാൽ അത് പൊളിഞ്ഞു വീഴും. സാധാരണ മുസ്ലിങ്ങൾ, വിശ്വാസികൾ ഈ നിയമത്തെ നോക്കി കൈയടിക്കുന്ന കാലം വിദൂരമല്ല.